കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ തമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി. അതോടുകൂടി എനിക്കൊരു പുതിയ പേരൊക്കെ വീണിരിക്കുകയാണ്, ബയോളജി സാർ. ഞാൻ ആ ചർച്ചയിൽ ഒരുപാട് ബയോളജിയും അതുപോലെ തന്നെ ശാസ്ത്ര പഠനങ്ങളും സർവേകളും എല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് അവിടെയുള്ള വിദ്യാർത്ഥികളും പാനലിസ്റ്റുകളും SKN അടക്കം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ഇട്ട് തന്നൊരു പേരായതുകൊണ്ട് തന്നെ ഞാനത് സ്വീകരിക്കുകയാണ്. പിന്നെ ആ ഒരു ചർച്ചയിൽ എന്താണ് സംഭവിച്ചത്, അതേപോലെ തന്നെ അവിടെ പ്രത്യേകിച്ചും ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എന്നോട് എതിർത്തും അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുള്ള അവിടെയുള്ള കുറച്ച് വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ അതിന് ശേഷം ആ ചർച്ചയ്ക്ക് ശേഷവും ഒരു വിദ്യാർത്ഥി എന്നോട് വന്നിട്ട് സംസാരിക്കും. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് ഈ ഒരു ചർച്ച നമുക്ക് തുടരേണ്ടതുണ്ട്. ആ ഒരു കേവലം ഒരു പ്രോഗ്രാമിൽ അവസാനിക്കേണ്ടതല്ല ഈ വിഷയം. ഇതിന് വലിയ സാമൂഹിക മാനങ്ങളുണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടികളെ അതേപോലെ തന്നെ സ്ത്രീകളെ വലിയ രൂപത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഈ വിഷയം നമ്മൾ പറഞ്ഞതിനോട് അല്ലെങ്കിൽ ഞാൻ അവിടെ സംസാരിച്ചതിനോട് തീർച്ചയായും വിയോജിപ്പുകളുള്ളവരുണ്ടാകും. അതിൽ പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാകും. ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് വിചാരിക്കുന്ന ആളുണ്ടാകും. അങ്ങനെയുള്ള പ്രത്യേകിച്ചും അവിടെ പങ്കെടുത്ത സ്റ്റുഡൻസിനോടും അല്ലാത്ത ക്യാമ്പസുകളിലുള്ള മറ്റ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും അവരോട് അത്തരത്തിലുള്ളൊരു ചർച്ചകൾ തുടരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ വളരെ കൺസ്ട്രക്റ്റീവായി, ആരെയും തോൽപ്പിക്കാനൊന്നും അല്ലല്ലോ, വളരെ കൺസ്ട്രക്റ്റീവായി ഈ ഒരു വിഷയം എങ്ങനെ നമുക്ക് തുടർ ചർച്ചകൾ നടത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നടന്നത് എന്താണ്, ആ ഒരു ചർച്ചയിൽ നടന്നതിൻ്റെ ഒരു ചെറിയൊരു സമ്മറിയും അതേപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായി നമുക്ക് ഈ ഒരു സംവാദം, ഈ ഒരു ചർച്ച തുടർന്നു പോകുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി പറയാണ്, ആ ഒരു ചർച്ച, ഒരു പ്രോഗ്രാം പല ആൾക്കാരും പറഞ്ഞ ആവശ്യത്തിന് സമയം കിട്ടിയില്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ പ്രോഗ്രാമിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഞാൻ അവിടെയുള്ള സംഘാടകരോട് അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി പാനലിസ്റ്റുകളുടെ എണ്ണം കുറച്ചാലൊക്കെ കുറച്ചുകൂടി ഒരു വിഷയാധിഷ്ഠിതമായി ചർച്ചകൾ നടത്താൻ പറ്റും. ഇതിങ്ങനെ ഇത്രയും ആളുകൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അത് പറ്റുന്നില്ല. അത് ആ ഒരു പ്രോഗ്രാമിൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് വിഷയാധിഷ്ഠിതമായിട്ടുള്ള പരമാവധി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് 2 മണിക്കൂർ ഷൂട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാം. അത് 10-50 മിനിറ്റ് ആകുമ്പോഴേക്ക് അത് പരമാവധി ആശയങ്ങൾ ചോർന്നു പോകാത്ത രൂപത്തിൽ തന്നെ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ആ 24 ന്യൂസിൻ്റെ ടീമിനോട് നന്ദി പറയാണ്. അപ്പോൾ എനിവേ ആ ഒരു പ്രോഗ്രാമിൽ സംഭവിച്ചത് എന്താണ്, ഈ ഫാഷൻ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ സ്ത്രീ ശരീരങ്ങൾ ഒബ്ജക്റ്റിഫൈ ചെയ്യുക, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയിരുന്നു അവിടെ ചർച്ചയ്ക്ക് വന്നിരുന്നത്. അതിൽ ആ ചർച്ചയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം 3 ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും ഈ ഫാഷൻ ഇൻഡസ്ട്രി ഉപജീവനമാക്കി ജീവിക്കുന്ന ആളുകളായിരുന്നു. അവരുടെ കഞ്ഞി അതാണ്, അല്ലെങ്കിൽ അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ അവിടെ പിന്നെ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ ഒരു പകുതിയിലധികം കുട്ടികളും ഫാഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ബഹുഭൂരിപക്ഷം പാനലിസ്റ്റുകളും ബഹുഭൂരിപക്ഷം കുട്ടികളും അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ആരെങ്കിലും ഇതിനെ എതിർക്കുമ്പോൾ ഞങ്ങളുടെ ജോലിയെ എതിർക്കുന്നു, ഞങ്ങളുടെ ഉപജീവനത്തെ എതിർക്കുന്നു, ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിടാൻ വരുന്നു എന്ന രൂപത്തിൽ ഭയങ്കര ഡിഫെൻസീവായിട്ടാണ് അവർ സംസാരിക്കുന്നത് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ എത്ര ശാസ്ത്രം പറഞ്ഞിട്ടും എത്ര ബയോളജി പറഞ്ഞിട്ടും അവർ എന്ത് ബയോളജി ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഞങ്ങൾക്കത് കേൾക്കണ്ട, ഞങ്ങളതിനെ എതിർക്കും എന്ന ഒരു പ്രെജുഡൈസോടുകൂടി അവർ സംസാരിക്കാനുള്ള കാരണം അതാണ്. അത് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ബട്ട് ഞാൻ പറയുന്നത്, ഞങ്ങളൊരിക്കലും ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയെ തകർക്കാൻ വരുന്നവരോ അല്ലെങ്കിൽ നിങ്ങളെ കഞ്ഞിൽ പാറ്റിടാൻ വരുന്നവരോ അല്ല. ചില റിയാലിറ്റികളുണ്ട്. ആ റിയാലിറ്റികൾ മുഖേന ഇവിടെ വലിയ ചൂഷണം നടക്കുന്നുണ്ട്. ആ ചൂഷണത്തെ മനസ്സിലാക്കിക്കൊണ്ട് എവിടെയാണ് ആ പ്രശ്നം, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പറ്റുന്ന തിരുത്തലുകളെങ്കിലും വരുത്താൻ, ഞാൻ പറയുന്നത് മൊത്തം ഈ ഇൻഡസ്ട്രി ആയിട്ട് പിരിച്ചു വിടാൻ വേണ്ടിയിട്ടൊന്നല്ലല്ലോ നമ്മൾ വരുന്നത്, മറിച്ച് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ പറയുന്ന അതേ സൊല്യൂഷൻ വേണമെന്നില്ല, നിങ്ങൾ അറ്റ്ലീസ്റ്റ് അത് അക്നോളജ് ചെയ്യുകയെങ്കിലും വേണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ ഇത് തോൽപ്പിക്കുന്ന വിഷയമൊന്നല്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉപജീവനം മുട്ടിക്കുന്ന കാര്യമൊന്നല്ല. അത്രയും ശക്തമായിട്ട് ഇതിനെ ഒരു ശാസ്ത്രം പറയുമ്പോൾ അതിനെ എതിർക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിവേ ആ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞത് എന്താ, എൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ കോർ, പലപ്പോഴായി ഇങ്ങനെ ഇൻട്രപ്ഷൻസ് വരുന്നതുകൊണ്ട് എനിക്കത് പൂർണ്ണമായ രൂപത്തിൽ അത് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല, അല്ലെങ്കിൽ എത്രത്തോളം കൺവേ ആയിട്ടുണ്ട് എന്നുള്ള അറിയില്ല. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ഈ ഫാഷൻ ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഏത് ഇതാണെങ്കിലും, ഇപ്പോൾ ഈ സൗന്ദര്യ മത്സരങ്ങളാണെങ്കിലും ഫാഷൻ ഇൻഡസ്ട്രിയിൽ പൊതുവെ ഈ മോഡലുകളായിട്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ട്, മറ്റു കാര്യങ്ങൾ, ഐറ്റം ഡാൻസുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയൊക്കെ ഈ പരസ്യങ്ങളിൽ ഐസ്റ്റോപ്പേഴ്സായിട്ട് സ്ത്രീകളുടെ ശരീരം വെക്കുക, ഇതിലൊക്കെ സംഭവിക്കുന്നത് ഒരു ഒബ്ജക്റ്റിഫിക്കേഷനാണ്, ഒരു കമ്മോഡിഫിക്കേഷനാണ്. സ്ത്രീയുടെ ശരീരത്തെ എന്ത് ചെയ്യുന്നു, ഒരു കമ്മോഡിറ്റിയായി, ഒരു ഒബ്ജക്റ്റായിട്ട് മാറ്റുന്നു. അങ്ങനെ മാറ്റുന്നതിലൂടെ സ്ത്രീ വിരുദ്ധമായൊരു കാര്യമാണ്, പെൺവിരുദ്ധമായൊരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു അടിസ്ഥാന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. എന്തിനാണിത് ചെയ്യുന്നത്? ഇത് പുരുഷൻ്റെ പ്ലഷറിന് വേണ്ടിയിട്ടാണ്. പുരുഷൻ്റെ പ്ലഷറിന് വേണ്ടി, അതായത് പുരുഷൻ എന്താണോ ഒരു സ്ത്രീയുടെ ശരീരം കാണാൻ ആഗ്രഹിക്കുന്നത് അത് അവളെ കൊണ്ട് തുറന്നിടിപ്പിക്കുക, അല്ലെങ്കിൽ അത് എക്സ്പോസ് ചെയ്യിപ്പിക്കുക.
പുരുഷൻ എന്താണോ ഒരു സ്ത്രീയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് അവളിൽ നിന്ന് കിട്ടുക. അപ്പോൾ ചില ആളുകൾക്ക് ചോദിക്കുക, അത് ചെയ്യുന്ന മോഡലുകളുടെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അവരുടെ ചോയ്സ് അല്ലേ എന്നുള്ളതാണ്. തീർച്ചയായും അതിനാണ് നമ്മൾ മാനിപ്പുലേറ്റഡ് കൺസെൻറ്റ് എന്ന് പറയാം, അല്ലേ? മാനിപ്പുലേറ്റ് ചെയ്യുക, ഇതാണ് നിങ്ങളുടെ എംപവർമെൻറ്റ്, ഇതാണ് ബോൾഡ്നെസ് എന്ന് അവരെ കൊണ്ട് വിശ്വസിപ്പിക്കുക. എന്നിട്ടോ എന്താണോ പുരുഷന് വേണ്ടത് ആ രൂപത്തിൽ സ്ത്രീയെ കൊണ്ട് വസ്ത്രം എടുപ്പിക്കുക, സ്ത്രീയെ കൊണ്ട് ആ രൂപത്തിൽ തന്നെ, അല്ലേ? എന്തൊക്കെ ആ ഹിപ്പ് റേഷ്യോ ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ഈ ഫാഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീയുടെ ശരീരം എങ്ങനെയാണോ ഐഡിയലായി അവർ പറയുന്ന, അല്ലേ, ഇവർക്ക് ഈ ഫിറ്റിൻ ചെയ്യാൻ വേണ്ടി ഇവരിങ്ങനെ കഷ്ടപ്പെടുന്ന ആ ഒരു രൂപം ഉണ്ടല്ലോ, അത് ഓരോന്നും ഓരോ ഭാഗവും ഓരോ ശരീരവും ഭാഗവും പുരുഷൻ എങ്ങനെയാണോ മാക്സിമം പ്ലഷർ കിട്ടുന്നത് ആ രൂപത്തിലാണത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതിൻ്റെ കോർ പ്രശ്നം ഇതാണ്. പുരുഷൻ്റെ ആവശ്യത്തിന് വേണ്ടി, പുരുഷാധിപത്യ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, പുരുഷൻ്റെ താല്പര്യത്തിന് വേണ്ടി പെണ്ണിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പെണ്ണിനെ ഒരു വെറും ഒബ്ജക്റ്റായി, പുരുഷനെ ആസ്വദിക്കാനുള്ള ഒരു ഒബ്ജക്റ്റായി തരം താഴ്ത്തുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അടിസ്ഥാന പ്രശ്നം ഇതാണ്. അപ്പോൾ ഇത് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സാമൂഹികമായ പ്രശ്നം, സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പുരുഷന് വേണ്ടി ഒരു വെറും ഒബ്ജക്റ്റായി അവളെ തരം താഴ്ത്തുക എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു സാമൂഹിക പ്രശ്നമാണ് ഞാൻ പ്രധാനമായിട്ട് ഉദ്ധരിച്ചത്. അപ്പോൾ അവിടെ അതിന് ഉപോത്ബലകമായി എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബയോളജി പറയുന്നത്. എങ്ങനെയാണ് പുരുഷന് ആ ഒരു പ്ലഷർ ഉണ്ടാകുന്നത്, പുരുഷൻ അത് ആവശ്യമാകുന്നത് എങ്ങനെയാണ്, അത് എന്താണെന്ന് ചോദിച്ചാൽ പുരുഷൻ്റെ ബയോളജി അങ്ങനെയാണ്, പുരുഷൻ്റെ ബ്രെയിൻ എങ്ങനെയാണ്. വിഷ്വൽ സ്റ്റിമുലസ് കിട്ടുന്ന രൂപത്തിൽ ഒരു പെണ്ണിൻ്റെ ഒരു ഭംഗിയുള്ള സ്ത്രീ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും ഭംഗിയുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റുകൾ വ്യത്യാസം ഉണ്ടാവും ഒബ്വിയസ്ലി. അപ്പം ആ ഭംഗി, എനിക്ക് ഭംഗിയുള്ളതായി തോന്നുന്നൊരു സ്ത്രീ ശരീരം, അതിൻ്റെ ഇന്ന ഭാഗങ്ങൾ കണ്ടാൽ അല്ലെങ്കിൽ അതിൻ്റെ നഗ്നതകൾ കണ്ടാൽ, ആ ശരീരഭാഗങ്ങൾ കണ്ടാൽ എനിക്ക് സെക്ഷൽ സ്റ്റിമുലസ് ഉണ്ടാവും, സെക്ഷൽ പ്ലഷറുകൾ എനിക്ക് ഉണ്ടാവും. ഇതൊരു ബയോളജിയാണ്. അപ്പോൾ പല ആൾക്കാരൊക്കെ ചോദിച്ചു, അങ്ങനെ ബയോളജി ഉണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്നാണോ? അല്ലല്ലോ. ഞാൻ തന്നെ ആ ചർച്ചയിൽ പലവട്ടം പറഞ്ഞൊരു കാര്യമാണ്, ബയോളജി ഉണ്ട് എന്നുള്ളതുകൊണ്ട് അത് ചെയ്യാമെന്നല്ല. അത് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാനുള്ള ഒരു ന്യായമേ അല്ല. ചില ആൾക്കാർക്ക് ചോദിക്കും, അങ്ങനെയാണ് റേപ്പ് ചെയ്യുന്നതിന് ന്യായീകരിക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റേപ്പ് പോയിട്ട് ഞാൻ അവിടെ പറഞ്ഞത് അനാവശ്യമായൊരു നോട്ടം പോലും പാടില്ല എന്നാണ്. പൂർണ്ണ നഗ്നയായൊരു സ്ത്രീ ഉണ്ടെങ്കിൽ പോലും അനാവശ്യമായി നോക്കാൻ പോലും പാടില്ല എന്നാണ് എൻ്റെ വാദം. അത് കൺട്രോൾ ചെയ്യണം. അതിന് ധാർമ്മികമായ വിധിവിലക്കുകളെക്കുറിച്ച്, ധാർമ്മികമായ അതിർവരമ്പുകളെക്കുറിച്ച് മനുഷ്യനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. യാതൊരു സംശയമില്ല. ധാർമ്മികതയുടെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. അപ്പോൾ എത്രത്തോളം ധാർമ്മികനായി ജീവിക്കുന്നു അത്രത്തോളം അവന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഉട്ടോപ്യൻ സൊസൈറ്റി അല്ല. ഇവിടെ എല്ലാ പീഡകരായ അതുപോലെ തന്നെ ഞരമ്പ് രോഗികളായ ആളുകൾ ഒരുപാടുള്ള സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ അത്തരം ആളുകൾക്ക് പ്ലഷർ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഒബ്ജക്റ്റായിട്ട് സ്ത്രീ ശരീരം മാറുന്നു. അങ്ങനെ പ്ലഷർ കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ബയോളജിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഭംഗിയുള്ള ഒരു പെണ്ണിൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടാൽ ആണിന് സെക്ഷൽ സ്റ്റിമുലസ് ഉണ്ടാകുമെന്നുള്ള ബയോളജി, അത് പഠിക്കാനും ബയോളജി വലിയ ഡിഗ്രി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സയൻസാണത്, അല്ലേ? എങ്ങനെയാണ് ഈ റീപ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഒക്കെ പോട്ടെ, എന്തുകൊണ്ടാണ് ഈ പെണ്ണിൻ്റെ ശരീരം ഇത്രത്തോളം എക്സ്പോസ് ചെയ്യപ്പെട്ട് അഡ്വർടൈസ്മെൻറ്റിലാണെങ്കിലും ഫാഷൻ ഇൻഡസ്ട്രിയിലാണെങ്കിലൊക്കെ ഇതിങ്ങനെ ഉപയോഗിക്കപ്പെടുന്നത് എന്തിനാണ്? അത് ആണിൻ്റെ വിഷ്വൽ പ്ലഷറിന് വേണ്ടിയിട്ടാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആണിന് ഇത്തരത്തിലുള്ള പ്ലഷർ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ അത് എന്തോ പുതിയൊരു കാര്യം കേൾക്കുന്നത് പോലെ, അതങ്ങനെ ഉണ്ടോ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് ഇതെന്താണ് ഇവരിങ്ങനെ, ഇവർക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അവിടുന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്തോ വലിയൊരു പുതിയ കാര്യം കേട്ടതുപോലെ അവർ ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് കേൾക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചു ബേസിക് ബയോളജി അറിയുന്ന ആർക്കും അറിയാവുന്നൊരു കാര്യമാണ് ഇത് ശരിയാണെന്നുള്ളത്. പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല. അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് വലിയൊരു പ്രശ്നമാണ്. ഇത്ര ബേസിക് ആയൊരു കാര്യം പോലും മനസ്സിലാവുന്നില്ല എങ്കിൽ അത്രത്തോളം മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടുണ്ട്. പെണ്ണിൻ്റെ ശരീരം ആണിന് ഈ സെക്ഷൽ സ്റ്റിമുലസ് ഉണ്ടാക്കും ഈ പറഞ്ഞ നഗ്നത കണ്ടാൽ എന്നുള്ള അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്, അവരെ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. നിരന്തരം കുറച്ച് ഡയലോഗൊക്കെ, കാഴ്ചയല്ല കാഴ്ചപ്പാടാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട്, എന്ത് കാഴ്ചപ്പാടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? നമുക്ക് ആർക്കും തർക്കമില്ല പെണ്ണിൻ്റെ ശരീരത്തെ അനാവശ്യമായി നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല
ആ കാഴ്ചപ്പാട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ എല്ലാതരം മനുഷ്യരും ഉണ്ടാവും. എല്ലാവരും പരമപരിശുദ്ധരാക്കി ഒരു പെണ്ണിൻ്റെ നഗ്നത കാണുമ്പോൾ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കി നടക്കുന്ന പുരുഷന്മാരാക്കാൻ നല്ലതാണ്. മതമൊക്കെ അതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അല്ലേ. മതത്തിൻ്റെ അധ്യാപനങ്ങൾ ആ രൂപത്തിലാണ്. പെണ്ണിനെ നോക്കാൻ പാടില്ല, അനാവശ്യമായി നോക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കൽപ്പനകളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും മതം അനുസരിച്ച് ജീവിക്കുമോ? എല്ലാവരും നല്ലവരായി ജീവിക്കുമോ? ഇല്ലല്ലോ. നമ്മളുടെ മുമ്പിലുള്ള ഒരു പച്ചയായ റിയാലിറ്റിയാണ് ബഹുഭൂരിപക്ഷം പുരുഷന്മാരും എന്ത് ചെയ്യും, അത് ആസ്വദിക്കാനാണ് ശ്രമിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ കാഴ്ചപ്പാട് മാറ്റണം. പക്ഷേ കാഴ്ച എന്നുള്ളതിന് ചില ബയോളജി അതിന് പിന്നിലുണ്ട്. ഇതൊരു റിയാലിറ്റിയാണ് സുഹൃത്തുക്കളെ. ആ റിയാലിറ്റിയോട് നമ്മൾ പുറംതിരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് അവിടെ വന്നൊരു ചോദ്യം ഉണ്ടല്ലോ, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഞാനൊരു മോഡലാണ്, എനിക്ക് എന്ത് ചെയ്യുന്നില്ല, പുരുഷൻ്റെ ശരീരം കാണുമ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ. അതേപോലെ തന്നെ അല്ല തിരിച്ചും. അവിടെയാണ് ആണും പെണ്ണും തമ്മിലുള്ള ഈ വ്യത്യാസം നമ്മൾ പറയുന്നത്. സെക്ഷൽ ഡൈമോർഫിസം നമ്മൾ പറയുന്നത്. ആണിനാണ് വിഷ്വൽ സ്റ്റിമുലൈ ഒരു പ്രൈമറി ആയിട്ട് സ്റ്റിമുലൈ ആയിട്ടുള്ളത് ലൈംഗികതക്ക്. എന്നാൽ പെണ്ണിന് അങ്ങനെയല്ല. പെണ്ണിന് കെയറിങ്ങും അതുപോലെ തന്നെയുള്ള നല്ല പരിചരണവും കുറച്ചുകൂടി ഒരു അടുത്ത് ഇൻട്രാക്ഷനും ഇതിലൂടെയൊക്കെ പതിയെ മാത്രമേ ഒരാളോടൊരു ഇൻറ്റിമസി അവൾക്ക്, അല്ലെങ്കിൽ അതേപോലെ തന്നെ സെക്ഷൽ പ്ലഷറൊക്കെ അവൾക്ക് ഡെവലപ്പ് ആകും. പൊതുവെ അത് എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, പൊതുവെ ജനറലി പെണ്ണിന് അങ്ങനെയാണ്. ആണിന് അങ്ങനെയല്ല. ആണിന് വിഷ്വൽ സ്റ്റിമുലൈ വളരെ പ്രിവാലൻ്റ് ആണ് ഈ സെക്ഷൽ തോട്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇത് ആണിന് ഒരിക്കലും എന്തുണ്ടാവില്ല, പിന്നെ പെണ്ണിനെ പോലെയല്ല ആണ് ചിന്തിക്കുന്നത്, ആണിനെ പോലെയല്ല പെണ്ണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഈ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്രയും വലിയ മാനിപ്പുലേഷൻ സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞ സാമൂഹികമായ മാനിപ്പുലേഷൻ, പെണ്ണിനെ ആണിനെ ആസ്വദിക്കാനുള്ള ഒരു ഒബ്ജക്റ്റാക്കി തരം താഴ്ത്തുക എന്നുള്ള ഒരു മാനിപ്പുലേഷൻ ഒരു ഭാഗത്ത് നടക്കുന്നു. ഈവൻ റിലേഷൻഷിപ്പുകളിൽ പോലും ഈ ബെസ്റ്റികൾ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ തന്നെ നടക്കുന്നത്. അതായത് ആണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ തന്നെ പറഞ്ഞിരുന്നു, ഓവർ പെർസെപ്ഷൻ ബയസാണ്. പെണ്ണ് വളരെ കാഷ്വലായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞതായിരിക്കും, ആണതിനെ ചിന്തിച്ച് കൂട്ടി ഓക്കെ എന്നോട് എന്തോ ഉണ്ട് എന്ന രൂപത്തിൽ ആണെന്ത് ചെയ്യും, ഓവർ പെർസെപ്ഷനാണ് ആണിനുണ്ടാവുക. പെണ്ണിന് അണ്ടർ പെർസെപ്ഷനാണ്. പെണ്ണിന് ചിലപ്പോൾ മടിയിലിരുന്നാലും പെണ്ണിനൊന്നും തോന്നുന്നുണ്ടാവില്ല. പെണ്ണ് ജസ്റ്റ് ഒരു പിന്നെ മറ്റൊരു പെണ്ണിൻ്റെ മടിയിലിരിക്കുന്നത് പോലെ തന്നെ ഒരു ആൺകുട്ടിയുടെ മടിയിലിരിക്കുന്നതായിട്ട് അവർക്ക് തോന്നുള്ളൂ. അപ്പോൾ പെണ്ണ് വിചാരിക്കുന്നത് എന്താ, എന്നെപ്പോലെ തന്നെയാണ് ആണെന്നാണ്. അങ്ങനെയല്ല. ആണിന് ഓൾറെഡി അവന് ചിന്തിച്ച് അപ്പുറത്തിട്ടുണ്ടാവും. പെണ്ണിന് അങ്ങനെയല്ല. ഈ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ റിലേഷൻഷിപ്പുകളിലും ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകളിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് താളം തെറ്റുന്നത് ഇതുകൊണ്ടാണ്. ഇത് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് തിരിച്ചറിഞ്ഞാലാണ് ഒരുപാട് മാനിപ്പുലേഷനുകളിൽ നിന്നും ഒരുപാട് ചതികളിൽ നിന്നും നമ്മുടെ പ്രത്യേകിച്ചും പെൺകുട്ടികളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുക. ഇത് ഇത്രയും വലിയ സ്ത്രീവിരുദ്ധമായൊരു കാര്യം നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ അവരെ കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ആ ഒരു ചർച്ചയിലും. അതിനുശേഷം എന്നോട് ആ ചർച്ച കഴിഞ്ഞ ഉടനെ ആ ചോദ്യം ചോദിച്ച പെൺകുട്ടി തന്നെ എന്നോട് വന്ന് സംസാരിച്ചു, സാർ ഒന്ന് നിൽക്കണം, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിക്കും ഉള്ളത് തന്നെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ അത് വാദത്തിന് വേണ്ടി അവിടെ വാദിച്ച് ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഞാനൊരിക്കലും വാദിച്ച് ജയിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല, ഇല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ ബോധ്യങ്ങളും വളരെ വസ്തുനിഷ്ഠമായ പഠനങ്ങളും മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഡിസ്റ്റർബിങ് എന്ന് വെച്ചാൽ, ഇതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ള രൂപത്തിൽ ഞാൻ പറഞ്ഞു, പല ഫാക്ട്സും പല യാഥാർത്ഥ്യങ്ങളും ഡിസ്റ്റർബിംഗ് ആണ്. പിന്നെ ഇതാണ് റിയാലിറ്റി, ഇതാണ് ബയോളജി, ഇതാണ് സൈക്കോളജി എന്നറിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അതിന് നേരെ വിപരീതമായൊരു ദിശയിലൂടെയാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫാക്റ്റ് വളരെ ഡിസ്റ്റർബിംഗ് ആയിരിക്കും തീർച്ചയായും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആ ഫാക്റ്റുകൾ നിങ്ങൾക്ക് ഡിസ്റ്റർബിംഗ് ആണെന്നുള്ളത് കൊണ്ട് ഫാക്റ്റ് അല്ലാതാവില്ല. പക്ഷേ ഈ പറഞ്ഞത് ആ കുട്ടി പറഞ്ഞു, എന്നാലും ആ റേപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും ഒന്നാമത് ഈ ചർച്ച ഇവിടെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ പറ്റില്ല. നമ്മൾ പറയുന്നത് എന്ത് തന്നെ ഉണ്ടെങ്കിലും, ഈ പറഞ്ഞ ബയോളജിയും സൈക്കോളജിയും ഒക്കെ ഉണ്ടെങ്കിലും മനുഷ്യൻ കൺട്രോൾ ചെയ്യാൻ അവൻ എന്ത് ചെയ്യണം, ധാർമ്മികത പഠിപ്പിക്കണം എന്നുള്ളതാണ് ബേസിക്. പക്ഷേ എല്ലാവരും അങ്ങനെ അല്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അതിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഞാനത് വിശദീകരിച്ചു കൊടുത്തു, ആ കുട്ടിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ഈ ഒരു കാര്യം ഡിസ്റ്റർബിംഗ് ആണ്. തീർച്ചയായും ഈ ഡിസ്റ്റർബിംഗ് ആയ റിയാലിറ്റിയെ നമ്മൾ ഉൾക്കൊള്ളണം. ആ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ സാമൂഹികമായ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. നമുക്ക് ഡിസ്റ്റർബിംഗ് ആണെന്നുള്ളത് കൊണ്ട് സയൻസ് അല്ലാതാവില്ല, ബയോളജി അല്ലാതാവില്ല, സൈക്കോളജി അല്ലാതാവുന്നില്ല. നമ്മുടെ സമൂഹം അങ്ങനെയാണ്. നമ്മൾ ഡിസ്റ്റർബിംഗ് ആണെന്ന് വിചാരിച്ച് നമ്മൾ ആ വഴിക്ക് പോകാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ആ ഒരു യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് സൊസൈറ്റി സ്ത്രീകളെ പ്രത്യേകിച്ചും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്, അവരെ ചതിക്കുന്നത്, അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്.
അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ കാര്യം നമ്മളിപ്പോൾ സംസാരിച്ച ഈ വസ്ത്രധാരണം, അതേപോലെ തന്നെ ഫാഷൻ ഇൻഡസ്ട്രി, സൗന്ദര്യ മത്സരങ്ങൾ, അതിലൂടെ സംഭവിക്കുന്ന ഒബ്ജക്റ്റിഫിക്കേഷൻ, അങ്ങനെ പുരുഷന് വേണ്ടിയുള്ള പ്ലഷറിനുള്ള വെറും ഉപകരണങ്ങളാക്കി മാറ്റുന്ന സ്ത്രീ ശരീരങ്ങൾ, ഇതിനെക്കുറിച്ച് നമ്മൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് എനിക്ക് തോന്നാൻ കാരണം എന്താ വെച്ചാൽ അത്രയും പുതിയ എന്തോ കാര്യം കേൾക്കുന്നത് പോലെയാണ് പല ആളുകളും അവിടെ കേൾക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഇത് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇനി ഞങ്ങൾ പറഞ്ഞതാണോ പ്രശ്നം, ഞങ്ങൾ പറഞ്ഞ ആംഗിളുകളിലാണോ പ്രശ്നം എങ്കിൽ അതും നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് ആ ചർച്ചയിൽ പങ്കെടുത്ത ആ കോളേജിലുള്ള കുട്ടികളെ പ്രത്യേകിച്ചും ഞാൻ അഡ്രസ്സ് ചെയ്യാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ട് അങ്ങനെ ചെയ്യാം. അതല്ല കോളേജിൽ വേണ്ട, നമുക്ക് പുറത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു 10 ആളുകൾ അല്ലെങ്കിൽ 15 ആളുകൾ നിങ്ങൾ റെഡിയാണോ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു ഹാളിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം. ഞങ്ങളെ വിചാരണ ചെയ്തോളൂ. ഞങ്ങൾ 1-2 ആളുകൾ ഇരിക്കാം. നിങ്ങൾ വിചാരണ ചെയ്തോളൂ. ഞങ്ങൾ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം. നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ എല്ലാ വിയോജിപ്പുകളും വിചാരണ ചെയ്തോളൂ. ഞങ്ങൾ ഇരുന്ന് തരാൻ തയ്യാറാണ്. ഇനി അതല്ല, ഒരു ആരോഗ്യകരമായ ചർച്ചകളാണോ വേണ്ടത്, അത് നമുക്ക് നടത്താം. അതിന് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ യാഥാർത്ഥ്യങ്ങളോട് കണ്ണടച്ചതുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ വലിയ മാനിപ്പുലേഷൻസ് സംഭവിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയാന്നുള്ളത് അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഈ ചർച്ച തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കോളേജിൽ പഠിക്കുന്ന ആ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ചും ആ ചോദ്യമൊക്കെ ചോദിച്ചിട്ടുള്ള ആ ബഹുമാന്യരായ ആ സുഹൃത്തുക്കൾ, അവർക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചർച്ചകൾ തുടരാവുന്നതാണ്. ഇനി അതല്ല, ആ കോളേജിൽ അല്ലാത്ത മറ്റ് ഏതെങ്കിലും ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചർച്ച തുടരാവുന്നത്. നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം ചർച്ചകൾ സംഘടിപ്പിക്കാവുന്നതാണ്. നിങ്ങൾ അറിയിച്ചാൽ മതി. നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഒരു ഗൂഗിൾ ഫോം നമ്മൾ അവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ക്യാമ്പസിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിലും, പ്രത്യേകിച്ചും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വളരെ സന്തോഷം. അതല്ല, മറ്റേതെങ്കിലും ക്യാമ്പസിലെ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ, ഇത് ഇങ്ങനെയൊന്നല്ല, ആ ആണിന് അങ്ങനെ കണ്ടാൽ തോന്നുന്നില്ല, പെണ്ണിന് അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആക്കുന്നൊന്നുമില്ല, അതേപോലെ തന്നെ വസ്ത്രധാരണമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലോടൊന്നും വിയോജിപ്പുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു 5 കുട്ടികളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലുള്ള എല്ലാവർക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യമുള്ള രൂപത്തിൽ, കുറച്ച് ആളുകളാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത രൂപത്തിലാണെങ്കിലും മൊത്തം ക്യാമ്പസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത്തരം ഒരു ചർച്ചയിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്ക് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. നമ്മൾ നിങ്ങളെ ബന്ധപ്പെടും. പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ ബന്ധപ്പെടും. നിങ്ങളുടെ കോളേജിലോ പുറത്തോ വേറെ ഹാളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത്തരം ചർച്ചകൾ സംഘടിപ്പിക്കാം. ആരും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ, ആരെയും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ വാദിച്ച് ജയിക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല. ഞങ്ങൾ മനസ്സിലാക്കിയ ഈ യാഥാർത്ഥ്യങ്ങൾ അത് കൺവേ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. തീർച്ചയായും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് കൺവേ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയുള്ള വളരെ തുറന്ന ചർച്ചാവേദികൾ, സംവാദവേദികൾ ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് താല്പര്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സംഘടിപ്പിക്കാവുന്നതാണ്. നമുക്കത് ആളുകൾ കാണട്ടെ അല്ലേ, ലോകം മുഴുവൻ അത്തരം ചർച്ചകൾ ശ്രദ്ധിക്കട്ടെ. കൂടുതൽ ആളുകളിലേക്ക് എന്താണോ ശരി, എന്താണോ യാഥാർത്ഥ്യം, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഈ ഒരു ചർച്ച അതൊരു പുതിയ രൂപത്തിൽ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടാനും, ആളുകൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പലപ്പോഴായി ചിന്തിക്കാത്ത വിഷയങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാനുള്ളൊരു കാരണമായി ഇത്തരം ചർച്ചകൾ മാറട്ടെ എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിൻ്റെ വിവിധ തലങ്ങൾ, ആ ചർച്ചയിലൊക്കെ പല വിഷയങ്ങളും ഒരു 15 മിനിറ്റ് പറയേണ്ട കാര്യങ്ങളൊക്കെ 15 സെക്കൻഡിലൊക്കെ ഒതുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റേതായ പരിമിതികൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ വിശദമായി ഇനിയുള്ള വീഡിയോകളിലും ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെടുക. അസ്സലാമു അലൈക്കും.